ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയാം. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച് ആരോഗ്യത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന് സ്തോത്രയാഗം അർപ്പിച്ച് ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. നമ്മെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവനേ. വരും ആപത്തിൽ നൽ തുണത്താ, പെരും താപത്തിൽ നൽ തണുത്താ. വരും ആപത്തിൽ നൽ തുണത്താ, പെരും താപത്തിൽ നൽ തണുത്താ. ഇരുൾ മൂടുമെൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താ. ഇരുൾ മൂടുമെൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം, ക്രൈസ്റ്റ് ഈസ് ദ ബേസിസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവന്റെ ആധാരം ക്രിസ്തു. ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം. ബുക്ക് ഓഫ് ആമോസ് ചാപ്റ്റർ 5:6. Seek the Lord and live. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് കർത്താവിനെ അന്വേഷിപ്പിൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവ്, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അപ്പൊ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ജീവന്റെ ആധാരം ക്രിസ്തു. നാം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയിൽ മാത്രമാണ്. നാം ക്രിസ്തു യേശുവിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നിത്യതയ്ക്ക് നാം അർഹരാകൂ. ക്രൂശിക്കപ്പെട്ടവനും ഉയർത്തവനുമായ ക്രിസ്തു ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റാരെയുമല്ല നാം ഉയർത്തേണ്ടത്, വേറൊരു നാമവുമല്ല നാം ഉയർത്തേണ്ടത്, മറ്റാരിലുമല്ല നാം ആശ്രയിക്കേണ്ടത്. ജീവന്റെ ഉറവിടമായ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. അത് തന്നെയാണ് യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയവും പറയുന്നത്. ഡു വാട്ട് എവർ ഹി സേസ്. അവിടുന്ന് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് അനുസരിക്കുവിൻ. അമ്മ ഒരിക്കലും പറഞ്ഞില്ല എന്റെ അടുത്ത് വരാൻ, പുത്രന്റെ അടുത്ത് പോകാനാ പറഞ്ഞു. ശരിക്കും യേശുവിന്റെ അമ്മയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നത് അനുസരിക്കണം. മറ്റാരെയും ഉയർത്താനല്ല, മറ്റാരടുത്തും ഓടാനല്ല, പുത്രന്റെ അടുത്ത് പോകാനാണ്. അവന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വ്യക്തി ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഒരുവൻ മാത്രം. അവന്റെ പേരാണ് രക്ഷകനായ യേശു ക്രിസ്തു. ക്രൂശിക്കപ്പെട്ടവനും ഉയർത്തവനുമായ ക്രിസ്തുവായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുത്ത യേശുവിൽ നാം സന്തോഷവും ഭദ്രതയും കണ്ടെത്തണം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മനോഭാവം എല്ലാം അവിടുത്തെ സ്നേഹത്തിന് സാക്ഷ്യമായിരിക്കണം. തിരുശബ്ദം കേൾപ്പാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കണം. അപ്പോൾ ഈ ലോകത്തിൽ ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഉയരത്തിൽ നിന്നും തരും. സങ്കീർത്തനം 34:10. Psalm 34:10. Those who seek the Lord lack no good thing. അത് തന്നെയാണ് 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. യഹോവ എന്റെ ഇടയനാകുന്ന എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. Those who seek the Lord lack no good thing. കർത്താവിനെ തന്നെ അന്വേഷിക്കണം. ഇതിന്റെ ഇടയിൽ മറ്റാരടുത്തും ക്യൂ നിൽക്കാൻ പോകരുത്. കർത്താവിനെ അന്വേഷിച്ചാൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം അനുസരിച്ച് തക്ക സമയത്ത് അവിടുന്ന് വാതിലുകളെ തുറക്കും. സ്തോത്രം. നൊവേനയ്ക്ക് പോയി ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. സ്തോത്രം. ഉടമ്പടി പുതുക്കാൻ പോകേണ്ട കാര്യമില്ല. 3 മാസത്തേക്കല്ല, ജീവിതം മുഴുവനും ഈ കർത്താവുമായിട്ട് സന്ധി ഉണ്ടാക്കേണ്ടതാണ്. കോൾ അപ്പോൺ മീ ആൻഡ് ഐ വിൽ ആൻസർ. എന്നെ വിളിച്ച്
വിളിച്ചപേക്ഷിക്കുക. സ്തോത്രം. ഇനി ഈ ഉടമ്പടി എടുത്ത് ഇതിന്റെ ഇടയിൽ നമുക്കൊന്ന് ആ പ്രത്യേക സ്ഥലത്ത് പോകാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നെന്ന് വീണ്ടും ആവർത്തിക്കണ്ടേ? വിളിപ്പുറത്തുള്ള കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് എന്തിനോടണം? നാം സന്തോഷമുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരുമായി തീരണമെങ്കിൽ ദൈവവുമായുള്ള അനുനിമിഷ ബന്ധം അനിവാര്യമാണെന്ന് ഓർക്കണം. ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട് ഒരു നിമിഷം പോലും ജീവിക്കുവാൻ ഇടയാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയനായ കർത്താവേ, അവിടുത്തെ വീണ്ടെടുപ്പിൻ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ. ആയുസ്സുള്ള കാലമെല്ലാം അവിടുത്തെ പുകഴ്ത്തി മഹത്വപ്പെടുവാനുള്ള കൃപ നിന്റെ മക്കളായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഇന്നേ ദിവസം ഉയരത്തിലെ ദർശനം വ്യക്തമായും സ്പഷ്ടമായും ഞങ്ങൾക്ക് നൽകണമേ. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാം എന്നരുളി ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന് നിരന്തരമായ സാന്നിധ്യം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് നൽകണമേ. അവിടുന്ന് ഞങ്ങളെ നടത്തുന്ന വഴിയിലൂടെ മാത്രം യാത്ര ചെയ്യുവാൻ ഞങ്ങളുടെ ബുദ്ധിയുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ബിലയാമിന്റെ കഴുത സംസാരിച്ച പോലെ ദൈവകൃപയിൽ നിന്നും വിദൂരത്തിലാകുമ്പോൾ ഞങ്ങളുടെ സാഹചര്യങ്ങളെ പ്രതികൂലമാക്കി ഞങ്ങളെ പിന്തിരിപ്പിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദിവ്യമായ ഊർജശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുകയും ഞങ്ങൾ കൃപാവരങ്ങൾ ജ്വലിച്ച് പ്രകാശിക്കേണ്ടതിന് സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ വ്യാപരിച്ചിട്ടുള്ള പാപത്തിന്റെ സ്വഭാവങ്ങളെയും തഴക്കദോഷങ്ങളെയും പിഴുതെറിയണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ദൗത്യം എന്തെന്ന് തിരിച്ചറിയുവാനും ദൗത്യ നിർവഹണത്തിൽ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാനും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളെ സഹായിക്കണം. നിരന്തരമായി ഞങ്ങളെ വേട്ടയാടുന്ന പൈശാചിക ശക്തികളെ ദൈവവചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും ജയിക്കുന്നതിന് കൃപ ചെയ്യണം. ഇന്നത്തെ ദിനത്തിനായി നന്ദി. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. സ്കൂളും കോളേജിലും കടന്നു പോകുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഒരു ദുഷ്ടനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊടാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ. അവിടുന്ന് ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കുഴക്കുന്ന തൊട്ടിയെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസിന്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി നന്ദിയപ്പ. അവിടുന്ന് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കുമായി സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിന്നിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വിരവിൽ. പിന്നിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വിരവിൽ. അന്നു ഞാനവൻ മാറിൽ മറഞ്ഞിടുമേ, കണ്ണിൽ പൂർണ്ണമായി തോന്നിടുമേ. അന്ന് ഞാനവൻ മാറിൽ മറഞ്ഞിടുമേ, കണ്ണിൽ പൂർണ്ണമായി തോർന്നിടുമേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. നമ്മെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ.